തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ എഴുന്നള്ളത്തിൽ വെച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളാണല്ലോ. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മുടെ ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ സേഖർഹാർട്ട് യൂണിറ്റിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവക ജനങ്ങളെല്ലാവരും ഈ കുടുംബ കൂട്ടായ്മയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ലോകം മുഴുവനും വേണ്ടി പ്രത്യേകം ഇന്നത്തെ ഈ ജപമാല പ്രാർത്ഥനയിൽ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസപേക്ഷിച്ച് ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ, തീക്ഷ്ണതക്കുറവ്, വിശ്വാസമില്ലായ്മ, അസ്വസ്ഥതകൾ, പല വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ കുരിശിൽ ചിന്തിയ നിന്റെ തിരുച്ചോര കൊണ്ട് ഞങ്ങളെ കഴുകി അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസപേക്ഷിച്ച് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കാനായിട്ടുള്ള വലിയ കൃപ ഈ ജപമാല ചൊല്ലാൻ തുടങ്ങുന്ന ഞങ്ങൾക്ക് തരണേന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ആരംഭിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യനാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിനെ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തന്റെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിനെ
അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ബാബു തോമസ്, ബേബി KM, ബിനു PP, ജോർജ് ജോസഫ് ആൻഡ് ജോൺസൺ MA, ഈ കുടുംബനാഥന്മാരെയും അവരുടെ കുടുംബങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേക ഇൻറ്റൻഷൻ വെച്ച് ജപമാലയിൽ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയെ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പം ഈ കുടുംബങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാര ശക്തികളോ പൈശാചികമായ ബന്ധനങ്ങളോ വിശ്വാസത്തിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള തീക്ഷ്ണതക്കുറവോ ഉണ്ടെങ്കിൽ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥപേക്ഷിച്ച് ഇവർ പ്രാർത്ഥിക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം എല്ലാ അന്ധകാര ശക്തികളും വിട്ടുമാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകം ഇൻറ്റൻഷനായി നമ്മുടെ ഇടവകകളിലെ എല്ലാ അപ്പച്ചന്മാരെയും പ്രതിവേദിയിലെ അംഗങ്ങളെ ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരപ്പൻ എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വം വിവാഹം കഴിച്ചവരെല്ലാവരും തന്നെ പ്രതിവേദിയിലെ അംഗങ്ങളാണ്. അവർ അപ്പച്ചന്മാർ ഇന്ന് ജപമാലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ അപ്പന്മാരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഇടവക സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ നിറവുകളാക്കാനും നിങ്ങളുടെ കടമ ചെയ്യാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അപ്പച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഏതെങ്കിലും കുടുംബത്തിലെ അപ്പച്ചന്മാരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അപ്പച്ചന്മാരുടെ നിത്യ ശാന്തിക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലെത്താനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സം മാറാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രഹസ്യം വഴി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. വെള്ളം വീഞ്ഞാക്കി പകർത്തി കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് തൻ്റെ ശക്തിയും പ്രഭാവവും വെളിപ്പെടുത്തുകയും ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. രണ്ടാമത്തെ രഹസ്യം ചൊല്ലുമ്പം ജോമിനി സജു, KM മാത്യു, ലൂയിസ് ആന്റണി, പോൾസൺ TD, റോയി തോമസ്, ഈ കുടുംബനാഥന്മാരെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച ഈ രഹസ്യത്തിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ കുടുംബങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, മക്കളെക്കുറിച്ചുള്ള വേദനകളുണ്ടെങ്കിൽ, ആകുലതകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രത്യേകം ഇൻറ്റൻഷനായി നമ്മുടെ ഇടവകളിലുള്ള എല്ലാ അമ്മമാരെയും നമ്മുടെ മാതൃസംഘത്തെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. കല്യാണം കഴിച്ച എല്ലാ അമ്മമാരെയും ഈശോയുടെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പം നല്ല അമ്മയായി മാറാനും, നല്ലൊരു കുടുംബിനിയായി മാറാനും, നല്ലൊരു ഭാര്യയായി മാറാനും, നല്ലൊരു അമ്മയായി മാറാനും ഒക്കെയുള്ള എല്ലാ കൃപകളും അവർക്ക് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഈ ജപമാലയുടെ ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഈശോയെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാൻ അമ്മമാർക്ക് വേണ്ട കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏതെങ്കിലും അമ്മമാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മമാരുടെ നിത്യശാന്തിക്ക് വേണ്ടി അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ജപമാലയുടെ രഹസ്യത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം രഹസ്യം, ദൈവരാജ്യത്തിന്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുകയും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ഇടവയിൽപ്പെട്ട സജു ജോർജ്, സെലീന തോമസ്, സിബിച്ചൻ ജെ, ലൈജു, സജുമോൻ സിയം, ഈ കുടുംബനാഥന്മാരെയും അവരുടെ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈ ജപമാല രഹസ്യം ചൊല്ലാം. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമ്പം ഇവർ ഈ കുടുംബങ്ങളിൽ ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ വഴി ഈശോ സാധിച്ചു കൊടുക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രഹസ്യം ചൊല്ലുമ്പം പ്രത്യേകിച്ച് ഇൻറ്റൻഷൻ വയ്ക്കുന്നത് നമ്മുടെ ഇടവകളിൽപ്പെട്ട എല്ലാ യുവജനങ്ങൾക്കും വേണ്ടിയാണ്, നമ്മുടെ യൂത്ത് മെമ്പേഴ്സിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു എങ്കിൽ തന്നെ ഈ അവസരത്തിൽ നമുക്കറിയാം അവർ ഡിഗ്രി പാസ്സാകുന്നു, ചിലർക്ക് ജോലി ലഭിക്കുന്നു, ചിലർക്ക് ജോലിയില്ല, പരീക്ഷ എഴുതാനായിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട്, ഓൺലൈനായിട്ടൊക്കെ പരീക്ഷ എഴുതുന്നു. അവരുടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്, വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരി വീഴ്ച വന്നിട്ടുള്ള സാഹചര്യങ്ങൾ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളിൽ, ഫെയ്ത്തിന് ഡീവിയേഷൻ വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വന്നിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ഈ ജപമാല ചൊല്ലി ഇപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ജപമാലയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ഫ്യൂച്ചറിൻ്റെതായ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പാൻഡമിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് തന്നിട്ടുള്ള ബുദ്ധിയും കഴിവും സാഹചര്യങ്ങളും ഉപയോഗിച്ച് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി
എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് അമ്മ മാതാവിനോട് നിങ്ങൾ മാധ്യസ്ഥപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. ഇടവക ജനങ്ങളെല്ലാവരും ഇന്ന് കൊന്തയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സഹായപൂർവ്വം ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം രഹസ്യം, താബോർ മലയിൽ വെച്ച് നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ശിഷ്യന്മാർക്ക് ദർശിക്കുകയും ചെയ്തതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ബെന്നി പോൾസി, ബെർലി ഫ്രാൻസിസ്, ബോബിൻ മാത്യു, ദിലീപ് മാത്യു, ഫ്രാൻസിസ് വി ഈ കുടുംബനാഥന്മാരെയും ഇവരുടെ കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം നമുക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥപേക്ഷിച്ച് ഈശോയുടെ സന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പം ദൈവം ദാനമായി തന്നിട്ടുള്ള എല്ലാ കൃപകളും അത് മാക്സിമൈസ് ചെയ്യാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ആവശ്യങ്ങൾ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈ രഹസ്യം ചെല്ലുമ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇടവകളിൽപ്പെട്ട എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതു പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ദിവസം നമ്മുടെ ഇടവക മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം.
അവരുടെ വളർച്ചയിൽ, ശാരീരിക വളർച്ചയിൽ, ആത്മീയ വളർച്ചയിൽ ശ്രദ്ധിക്കുന്ന അപ്പനും അമ്മയുമായി മാറാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന മക്കളായി മാറാൻ, മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയനുസരിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായി വളർന്നു വരുവാൻ, ഒരു കുഞ്ഞുപോലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫെയ്ത്തിന് ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രഹസ്യത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ചൊല്ലും പ്രാർത്ഥിക്കുമ്പം ജോർജ് പി വി, റെജി തോമസ്, സണ്ണി സെബാസ്റ്റ്യൻ, തോമസ് കെ ജെ, ആന്റണി ഇനാസു, ഈ കുടുംബനാഥന്മാരെയും അവരുടെ ജീവിത പങ്കാളികളെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോ
എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആ കുടുംബങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം അവരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുമ്പം, പ്രത്യേകം ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ലോകം മുഴുവനുമുള്ള എല്ലാ സമർപ്പിതരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മാർപ്പാപ്പ, മെത്രാന്മാർ, കാർഡിനൽസ്, അതുപോലെ തന്നെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ് എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പം ഏറ്റവും പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന നമ്മുടെ ഇടവകളിലുള്ള വികാരിയച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ ചെയ്യുവാൻ അല്പം കൂടി തീക്ഷ്ണത കിട്ടാൻ, ഈ പാൻഡമിക്കായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ട മേഖലകളിലൊക്കെ ശ്രദ്ധിക്കാൻ അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥ അപേക്ഷിച്ച് അവരുടെ കുറവുകളെ നിറവുകളാക്കണമേ എന്ന് ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേപോലെ ഇപ്പോഴും നീക്കുവാമേൻ. ഓ ഈശോയേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നിരപരാധികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദ്യങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച ദൈവത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാധവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യത്വത്തിന് ഭംഗമരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരോപിത രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യം രാട്ടിങ്ങോട്ടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യം രാട്ടിങ്ങോട്ടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ സംഹരിക്കുന്ന ദിവ്യം രാട്ടിങ്ങോട്ടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ അങ്ങിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹിയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ അർഹരാകുവാൻ സർവ്വേശ്വര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണ്ടെടുക്കുന്ന ഈ കുടുംബത്തെ എതിർക്കാൻ പാർക്കണമേ. എപ്പോഴും പരിശുദ്ധ കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ദയാപൂർവ്വം രക്ഷിക്കണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമീൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സുസ്തി, ഞങ്ങളുടെ ജീവനും മാതിരിയും ശരണവുമേ സുസ്തി. ഹവ്വായുടെ കൃതജ്ഞ മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൽ താഴ്വരയിൽ നിന്ന് വെങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലവിളിപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദുരിതത്തിന്റെ അനുഗ്രഹീതമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരിയും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ തലകുനിച്ച് പ്രാർത്ഥിക്കുമ്പം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്ത മനസ്സിൽ വന്നത്, പരിശുദ്ധ അമ്മ
സഹരക്ഷകയാണ് എന്നുള്ളൊരു ബോധ്യം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈശോ കഴിഞ്ഞാൽ നമുക്ക് രക്ഷ നൽകുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം പരിശുദ്ധ അമ്മയാണ്. നമുക്കറിയാം, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമപേക്ഷിച്ച് ഈശോയോട് നമ്മൾ ഇന്നത്തെ ജപമാലയിൽ കുറേയേറെ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജപമാലയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് സന്തോഷം വരുമ്പം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കൊന്നുമില്ല. സങ്കടം വന്നാൽ, ജീവിത പങ്കാളിക്ക് അസുഖം വന്നാൽ, മക്കൾക്ക് ഏതെങ്കിലും രോഗാവസ്ഥ വന്നാൽ, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തിക നഷ്ടം വന്നാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, നമ്മൾ പെട്ടെന്ന് തന്നെ ഈശോയെ ഓർക്കും, പരിശുദ്ധ അമ്മയൊക്കെ ഓർക്കും. ഇന്ന് നമ്മൾ ജപമാലയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ഓർത്താൽ മതി, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഡീവിയേഷൻ വന്ന സാഹചര്യങ്ങളാണ്. നമ്മുടെ കണ്ണിനും കാതിനും ഇമ്പകരമായ കാഴ്ചകൾ കാണാനും, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളെ എക്സ്ക്യൂസ് വെക്കുന്നതുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഓർത്താൽ മതി, എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ജപമാലയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളൊരു വലിയ ബോധ്യമാണ് ഈശോ തരിക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഓരോ യൂണിറ്റിനെയും പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് ഡിലേ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എത്ര കുടുംബങ്ങൾ അത് പങ്കെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പലപ്പോഴും പല രീതിയിലുള്ള വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. കാരണം ഈ പാൻഡമിക്കായിട്ടുള്ള സാഹചര്യങ്ങളിൽ, ഇത്രയും വേദനകളും ദുഃഖങ്ങളിലുമായി കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവമേ എന്നുള്ളൊരു ചിന്ത, വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ ഒത്തിരി പേരുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യമാണ് ഈശോ തരിക. നമുക്കെല്ലാവരും കൂടെ പരിശ്രമിച്ചാൽ മാത്രമേ ആ വിശ്വാസത്തിൻ്റെതായ കുറവുകൾ നിറവുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കൂ. എന്നെ ആരും പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്ക് കഴിവില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ കൊല്ലുന്ന ചിന്തകളാണ്. നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ വരുമ്പം അത് പൈശാചികമായ ചിന്തകളാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ ഈശോ തരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പം ഒരു ദിവസം ഒരു 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥമപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും, എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും, ഞാൻ മുകളിൽ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടും എന്ന അനുഭവത്തിലൂടെ പറയാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അമ്മ സഹരക്ഷകയാണ്. അമ്മയുടെ മാധ്യസ്ഥമപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ഈശോ സാധിച്ചു തരുമെന്നുള്ള പരിപൂർണ ബോധ്യത്തോടെ ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു 10 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയെങ്കിലും ഞാൻ ചൊല്ലും എന്നുള്ളൊരു പ്ലഡ്ജ്, ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ, കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന, ഒത്തിരി ആത്മീയ സന്തോഷം തന്ന, പുത്തൻ ഉണർവ് തന്ന, നല്ല ചിന്ത തന്ന സഹരക്ഷകയായ മാതാവിൻ്റെ മാധ്യസ്ഥമപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. നന്ദി പറയാം നമുക്ക്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.